ഹായ് ടു ഓൾ. ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാൻ പോകുന്നത് മലയാളിയായ മലയാളികൾക്ക് അത്ര സുപരിചിതനല്ലാത്ത ഒരു മഹത് വ്യക്തിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ. ഹായ് ടു ഓൾ. ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാൻ പോകുന്നത് മലയാളിയായ മലയാളികൾക്ക് അത്ര സുപരിചിതനല്ലാത്ത ഒരു മഹത് വ്യക്തിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് അമുൽ കുര്യൻ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് സുപരിചിതനാവുന്നത്. 1921 നവംബർ 26 കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ലയോള കോളേജിൽ അദ്ദേഹത്തിൻ്റെ ബിരുദ വിദ്യാഭ്യാസത്തിന് ശേഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം അദ്ദേഹം 1949 ആനന്ദ് എന്ന് പറയുന്ന അന്നത്തെ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ഈ നമ്മുടെ മിൽമ പോലത്തെ ഒരു പ്രൊഡ്യൂസിങ് സെൻ്റർ, അവിടെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനുശേഷം 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ചു. പിന്നെ 1949 അദ്ദേഹം തന്നെ ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്ഥാപനത്തിൽ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ ചെയർമാൻ. 1999 അദ്ദേഹം വിരമിക്കുന്നവരെ അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലാണ് നമ്മുടെ ധവള വിപ്ലവത്തെ അദ്ദേഹം നയിച്ച വിപ്ലവത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ അവാർഡുകൾ നൽകി ആദരിക്കുകയുണ്ടായി. അതുപോലെ മാക്സിസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിച്ചു. 1999 ആ വിരമിക്കുന്നവർ അദ്ദേഹം നല്ല കർമ്മനിരതനായിരുന്നു. 2012 സെപ്റ്റംബർ 9 അദ്ദേഹം ഈ ഇഹലോകവാസം പിടിച്ചു. അവയെ എഴുതിയിട്ടു.